നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വില കുതിച്ചു കയറുമ്പോഴും സ്വർണത്തിന് വലിയ ചിലവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാരം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒമാനിൽ വലിയ കുതിപ്പാണ് വ്യാപാര മേഖലയിൽ സ്വർണത്തിനുള്ളത്. പക്ഷേ അതേ വലിയ കുതിപ്പ് തന്നെ സ്വർണത്തിന്റെ വിലയിലുമുണ്ട് എന്നുള്ളതാണ് അത്ഭുതം. ആഭ്യന്തര പ്രാദേശിക ആവശ്യം വർദ്ധിച്ചതോടെയാണ് സ്വർണത്തിന്റെ ഇറക്കുമതിയും കയറ്റുമതിയും പുനർകയറ്റുമതിയും എല്ലാം വർദ്ധിച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്വർണ്ണവില കുതിച്ചുയർന്നതോടെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് വലിയ രീതിയിൽ ഇടിഞ്ഞിരുന്നു. ജ്വല്ലറികളിലേക്ക് എത്താൻ ആളുകൾ എന്ന പരാതികളാണ് പല വ്യാപാരികളും പങ്കുവച്ചത്. ഇതിനിടയിലാണ് വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട് ഒമാനിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒമാനിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ള 92.1% സ്വർണവും UAE നിന്നാണെന്നാണ് വ്യക്തമാകുന്നത്. 342.7 മില്യൺ റിയാലിന്റെ സ്വർണമാണ് ഇത്തരത്തിൽ കയറ്റുമതി ചെയ്തത്. ഇതിൽ 11.3 മില്യൺ റിയാലുമായി യമനും 6.4 മില്യൺ റിയാലുമായി സുഡാനും അടുത്ത സ്ഥാനങ്ങളിൽ നിൽക്കുന്നുണ്ട്. ഹോങ്കോങ്ങിൽ നിന്ന് 3.2 മില്യൺ റിയാലിന്റെയും US-ൽ നിന്ന് 1.7 റിയാലിന്റെയും സ്വർണമാണ് എത്തിച്ചിരിക്കുന്നത്. ഇതേസമയം കയറ്റുമതിയുടെ കാര്യത്തിലും വലിയ വളർച്ച തന്നെയാണ് ഒമാൻ രേഖപ്പെടുത്തുന്നത്. കയറ്റുമതി 77% വർദ്ധിച്ച് 63.2 ദശലക്ഷത്തിലെത്തിയിരിക്കുകയാണ്. 2023 ഇതേ കാലയളവിൽ ഇത് 35.6 ദശലക്ഷമായിരുന്നു. കഴിഞ്ഞ വർഷം 1526 കിലോഗ്രാം സ്വർണമാണ് കയറ്റുമതി ചെയ്തതെങ്കിൽ ഇറക്കുമതി ഇത് 2198 കിലോയായി വർദ്ധിച്ചു. UAE തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്വർണം കയറ്റി അയച്ചിരിക്കുന്നത്. 42.5 മില്യൺ റിയാലിന്റെ സ്വർണമാണ് ഒമാനിൽ നിന്നും UAE കയറ്റുമതി ചെയ്യപ്പെട്ടതായി കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് ആകെ കയറ്റുമതി 67.2% എന്ന് വ്യക്തം. US-ലേക്ക് 17.7 മില്യൺ, ഇന്ത്യ, ബഹ്റൈൻ, ഹോങ്കോങ്, ഇറാഖ് എന്നിവിടങ്ങളിലേക്ക് 7 ലക്ഷം മുതൽ 50 ലക്ഷത്തിലധികം റിയാലിന്റെ കയറ്റുമതി അടക്കമാണ് നടത്തിയിരിക്കുന്നത്. പുനർകയറ്റുമതിയിലും വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2023 വെറും 16.4 ദശലക്ഷം റിയാൽ കയറ്റുമതിയിൽ നിന്നാണ് 800% വർധനവ് ഉണ്ടായിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷത്തെ 1886 കിലോയിൽ നിന്ന് ഈ വർഷം എത്തുമ്പോഴേക്കും 5287 കിലോയാണ് പുനർകയറ്റുമതിയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇറാനിലേക്കാണ് ഏറ്റവും കൂടുതൽ പുനർകയറ്റുമതി നടത്തപ്പെടുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ആകെ കയറ്റുമതിയുടെ 78.6% ഇത്. ഇറാൻ കഴിഞ്ഞാൽ UAE, തുർക്കി, US എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2024 ഒമാനിലെ സ്വർണ്ണവിലയിൽ വലിയ മാറ്റം രേഖപ്പെടുത്തിയിരുന്നില്ല. ശരാശരി 24 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 30.4 റിയാലായിരുന്നു വില. 22 കാരറ്റിന് സ്വർണത്തിന് 26.3 റിയാലും 18 കാരറ്റ് സ്വർണത്തിന് 22.4 റിയാലും ആയിരുന്നു വില. അതേസമയം UAE ഷോപ്പർമാരും 2 ദിവസമായിട്ടുള്ള സ്വർണ്ണവിലയിലെ ഇടിവ് അത് കൃത്യമായി മുതലെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. UAE സ്വർണ്ണ നിരക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഗ്രാമിന് 10 ദിർഹം കുറഞ്ഞിരുന്നു. ഈ അവസരമാണ് ഈ ഷോപ്പിലെ ഉടമകളൊക്കെ കൃത്യമായി വിനിയോഗിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ചത്തെ 348.25 ദിർഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം UAE സ്വർണ്ണ നിരക്ക് ഗ്രാമിന് 22 കാരറ്റിന് 338.25 ദിർഹത്തിൽ എന്ന നിലയിലേക്കാണ് അവസാനിച്ചത്.